പീറ്ററച്ചന്റെ ക്ലാസ് എന്താ പറയാ, അച്ഛൻ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 15 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അത് ഏശയ്യാ പ്രവാചകന്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. എന്ത് രസമാണ് അച്ഛന്റെ ക്ലാസ്. അച്ഛന്റെ ക്ലാസ് കുറെ നാളായിട്ട് ഞങ്ങൾക്ക് മിസ്സായിരിക്കുമായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് എടുത്തു തരുന്ന ഈ ക്ലാസ്സുകൾ എന്ത് രസമുള്ള വാക്കുകളും വാചകങ്ങളുമാണ്. അത് വളരെ അധികം ഞങ്ങളുടെ മനസ്സിലേക്ക് തട്ടുന്ന വിധത്തില് വളരെ വൈകാരികവുമായിട്ടും ഒക്കെ മനസ്സിലാക്കി തരുന്ന അച്ഛന്റെ എന്ത് പ്രത്യേകതയാണെന്നൊന്നും അറിയത്തില്ല. ദൈവകൃപ കുടുംബത്തിലെ ഒരു സ്വത്താണ് അച്ഛൻ. നമ്മള് പാട്ടിലൊക്കെ പറയും സ്വത്താണ് മുത്താണെന്നൊക്കെ പറഞ്ഞ പോലെ അച്ഛൻ ഞങ്ങളുടെ സ്വത്താണ്. അച്ഛൻ അത്ര രസമായിട്ടാണ് അച്ഛൻ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തരണത്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ധ്യാന വിഷയമാക്കേണ്ട ഒന്നാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാപത്തില് കൈശോഷിച്ച മനുഷ്യനെ ദേവാലയത്തിൽ വെച്ച് ഈശോ സൗഖ്യപ്പെടുത്തുകയും അത് സാപത്ത് ലംഘനമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. കാരണം സാപത്തില് രോഗി ശുശ്രൂഷ പാടില്ല, അതൊരു ജോലിയാണ്. ആ ജോലിയെ ചെയ്തു എന്നുള്ളതാണ് തെറ്റ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ ശോഷിച്ചു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കൈ ശോഷിക്കുന്നത് ഒരു പ്രതീകാത്മകതയാണ്. കർമ്മമില്ലാത്തവന്റെ സൂചനയാണ് കൈ ശോഷിച്ചു എന്ന് വെച്ചാൽ. അവന് കർമ്മം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കർമ്മം ചെയ്യാത്ത മനുഷ്യരുടെ പ്രതീകമാണ് കൈ ശോഷിച്ച മനുഷ്യൻ. അവന് സൗഖ്യം കിട്ടുന്നത് ദേവാലയത്തിൽ വെച്ച് സാപത്ത് ദിവസവും. അതിന്റെ അർത്ഥം ദൈവത്തിനു വേണ്ടി കർമ്മം ചെയ്യാനായിട്ട് അവനെ സജ്ജനാക്കി എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്വം അതാണ്. നമ്മുടെ ദൗത്യം എന്ന് പറയുന്ന അടിസ്ഥാന ദൗത്യം ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉള്ള കൈശോഷിപ്പുകളെ മാറ്റപ്പെടേണ്ടതുണ്ട്. അത് സാപത്തിലൂടെ തന്നെയാണ് മാറ്റപ്പെടേണ്ടത്. അപ്പോ അത് സാപത്ത് ലംഘനമായതുകൊണ്ട് അവനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് യഹൂദര് നടത്തുക. അപ്പൊ ഒരിടത്ത് നന്മ ചെയ്യാൻ വേണ്ടി ഒരുത്തന്റെ കൈയെ സൗഖ്യം കൊടുക്കുക, മറുവശത്ത് കൈക്ക് ശോഷിപ്പില്ലാത്തവര് അവർ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരുടെ കൈ ശോഷിച്ചിരിക്കുന്നു, തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൈ ശക്തവുമാണ്. അത് ഈ ലോകത്തിന്റെ ഒരു നേർക്കണ്ണാടിയും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരുടെ കൈ ശോഷിച്ചിരിക്കും, നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ ഒക്കെ കൈക്കൊരു കുഴപ്പമില്ല. ഇവിടെ നമ്മള് കൈ ശോഷിച്ചവരുടെ പക്ഷത്താണ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെയും. പക്ഷെ എവിടെയൊക്കെയോ ചില ശോഷിപ്പുകൾ, എവിടെയൊക്കെയോ ശക്തിയില്ലായ്മയുണ്ട്, എവിടെയൊക്കെയോ തളർച്ചകളുണ്ട്, എവിടെയൊക്കെയോ രക്തോട്ടത്തിന്റെ കുറവുണ്ട്. അപ്പോ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സാർ. ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുവിന്റെ നിലപാടുകളെ ഒന്ന് തിരിച്ചറിയുക. ഒരു പിൻവാങ്ങല് ആവശ്യമാണ്. എവിടെയാ പിൻവാങ്ങല് വേണ്ടത്? നശത്തിന്റെ കൈകള് ശക്തമാകുമ്പോൾ, നശീകരിപ്പിക്കാനായിട്ടുള്ള കരങ്ങൾ ശക്തമാകുമ്പോൾ ഒരു പിൻവാങ്ങൽ ആവശ്യം. എന്റെ വ്യക്തിപരമായ ഒരു കാര്യം ഇവിടെ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപതയിലെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ അതിരൂപതയുടെ ആലോചനാ സമിതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടും അതിന്റെ ഗൗരവമായ ചില വിഷയങ്ങളിൽ ഒരുപാട് സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്മയുടെ കരങ്ങൾ ശക്തമാണെന്നും ഉള്ളില് ധാർമ്മികതയുള്ളവരുടെ കരങ്ങൾ ശോഷിച്ചതാണെന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ പതുക്കെ ഒരു പിൻവാങ്ങൽ നടത്തി. വാർത്താമാധ്യമങ്ങളിൽ നിന്നും
TV-യിൽ നിന്ന്, പത്രങ്ങളിൽ നിന്ന്, ഈ വാട്സാപ്പ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്ന്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ഒരു പിൻവാങ്ങല് നമ്മുടെ ആത്മീയതയ്ക്ക് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയെ എങ്ങനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ചില അന്വേഷണങ്ങളും അതിൻ്റെ ചില രീതികളും ഒക്കെ അവലംബിക്കാൻ പറ്റും. പറഞ്ഞു വന്നതിന്റെ ചുരുക്കത്രേ ഉള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയകൾ ആവശ്യത്തിന് ഈ ശക്തമായ നശീകരണ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല. ശോഷിച്ച കൈകൾക്ക് എവിടെയെങ്കിലും ശക്തി കൊടുക്കാൻ പറ്റുന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. പരമാവധി TV-യും പത്രമൊന്നും കാണാറും കേൾക്കാറില്ല. വാർത്തകൾ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. വ്യഭിചരിക്കപ്പെട്ട വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നിയത്. ഏതായാലും ഒരു പിൻവാങ്ങൽ, ഞാൻ ശരിക്കും പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ചില ഇടങ്ങള്, ചില ബാന്ധവങ്ങളിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്ന്, ചില വഴികളിൽ നിന്ന്, ചില ശൈലികളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങണം. എപ്പോ തിന്മ ശക്തമാകുമ്പോൾ, അല്ലെ നശീകരണത്തിന്റെ കരം ശക്തമാകുമ്പോൾ. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, യേശുവിനെതിരെ നശീകരണത്തിന് സജ്ജരായി ഒരു വിഭാഗം നിൽക്കുന്നു. മറുവശത്ത് കുറെ പേര് യേശുവിനെ അനുഗമിക്കുക. എനിക്ക് തോന്നിയ ഒരു കൗശലം ഇതാണ്, ആ അനുഗമിച്ചവരെല്ലാം രോഗികളായിരുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞൂട. അങ്ങനെ ബൈബിള് പറഞ്ഞിട്ടില്ല, രോഗികളായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കുറെ പേർ അവനെ അനുഗമിച്ചു, അനേകം പേർ അവനെ അനുഗമിച്ചു എന്നാണ്. അനേകം പേർ അനുഗമിച്ചു. ഈ അനേകം പേര് അനുഗമിച്ചവരെ എല്ലാം ക്രിസ്തു സൗഖ്യപ്പെടുത്തി. അപ്പൊ അവര് രോഗികളാണോ ഇല്ലയോ എന്ന് പറയാതെ അവരെല്ലാം സൗഖ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരൊക്കെ ശാരീരികമായ സൗഖ്യം ആവശ്യമില്ലെങ്കിലും വേറെ ചില മേഖലകളിൽ സൗഖ്യം ആവശ്യമുള്ളവർ തന്നെ. മനസ്സിന്റെ മുറിവുകളിൽ നിന്ന്, ആത്മീയതയുടെ കറകളിൽ നിന്ന് ഒക്കെ സൗഖ്യം ആവശ്യമുള്ളവർ തന്നെയാണ് കർത്താവിനെ അനുഗമിച്ചത്. സൗഖ്യം ആവശ്യമുള്ളവർ തന്നെയാണ് കർത്താവിനെ അനുഗമിക്കേണ്ടതും. നമുക്കൊക്കെയും ഈ സൗഖ്യത്തിന്റെ ആവശ്യകതയുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാര് നമ്മളെ പഠിപ്പിച്ചത്, പ്രാർത്ഥന പഠിപ്പിച്ചത്. ലോകം മുഴുവൻ സുഖമുണ്ടാകട്ടെ. അതുകൊണ്ടാണ് നമ്മള് മലയാളികള് വേറൊരുത്തിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണേ, എന്നുണ്ട് സുഖമാണോ എന്ന്. സുഖമാണോ എന്ന് വെച്ചാൽ നീ സുഖിക്കുകയാണോടാ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സമഗ്ര സൗഖ്യം കിട്ടേണ്ടത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സമഗ്ര സൗഖ്യത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് സാരം. അപ്പൊ അനുഗമിക്കുന്നവർക്കൊക്കെയും സൗഖ്യം ആവശ്യമുണ്ട് എന്ന സാരം. നമ്മളൊക്കെ ഒരുപക്ഷെ നമുക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ജനങ്ങൾക്ക് ഒക്കെ സൗഖ്യം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതുണ്ട് എന്ന് സാരം. മൂന്നാമതായിട്ട് ഒരു കാര്യം, ഈശോ ഈ സൗഖ്യം കിട്ടിയവരോടൊക്കെ പറയുന്ന ഒരു കാര്യം, പരസ്യപ്പെടുത്തരുതെന്ന്. പരസ്യത്തെ തമ്പുരാൻ ശക്തമായിട്ട് എതിർക്കുന്നു. പക്ഷെ ഗതികേട് സഭയില് വചന സാക്ഷ്യം എന്ന് പറഞ്ഞ് പുറത്തു വരുന്നതെല്ലാം പരസ്യങ്ങളാണ്. ഏറ്റവും ആദ്യം ഉണ്ടായ പരസ്യം എന്ന് പറയുന്നത്, പരസ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ പരസ്യം ഏതാണെന്നറിയോ? ആദ്യത്തെ പരസ്യം സാത്താന്റെ പരസ്യം. ഇത് നീ കഴിച്ചാല് നീ ദൈവത്തെ പോലെയാണ്. ഇതാണ് ആദ്യത്തെ പരസ്യം. എല്ലാ പരസ്യങ്ങളും ദൈവത്തിനെതിരാ. ആദ്യത്തെ പരസ്യവും ദൈവത്തിനെതിരാ. ഈ നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും അവസാനം കേൾക്കുന്ന പരസ്യവും ദൈവത്തിനെതിരെ. എല്ലാ പരസ്യങ്ങളും ദൈവത്തിനെതിരാണ്. ഇത് നീ എല്ലാ പരസ്യത്തിനും ഈ പാമ്പിന്റെ ഈ പരസ്യവുമായിട്ട് ബന്ധമുണ്ട്. ഇത് നീ സ്വീകരിച്ചാല്, ഇത് നീ ഉപയോഗിച്ചാല്, ഇങ്ങോട്ട് നീ വന്നാല്, ഇത് ഈ കർമ്മം നീ ചെയ്തു കഴിഞ്ഞാല്, ഈ പ്രാർത്ഥന നീ ചെയ്തു കഴിഞ്ഞാല്
ഈ നൊവേനയിൽ നീ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിൽ നീ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും, ഇന്നത് നടക്കും. ഇതെല്ലാം ദൈവിക പരസ്യമാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇതെല്ലാം പാമ്പിന്റെ പരസ്യം. നമ്മുടെ ആധ്യാത്മികതയില് വലിയ പാമ്പിന്റെ വലിയ പരസ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഈ പരസ്യമില്ലാത്തത് കൊണ്ട് തന്നെ പലരും പിന്മാറാറുമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കും ജോഷിയച്ചനുണ്ടായ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പറ്റുകയാണെങ്കിൽ ഒന്ന് അച്ഛൻ്റെ ഇടവേലൊന്നും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയായിരുന്നു, ഇതിപ്പോ ഈ ബൈബിള് ഓൺലൈനിൽ വായിച്ചാൽ ആര് കേൾക്കാനാ? കൂടി വന്നാൽ 10, 15, 10, 20 പേര് മീറ്റിങ്ങിനുണ്ടാവും. അത്രയും പേർക്ക് വേണ്ടിയിട്ട് വായിച്ചിട്ട് വെറുതെ നമ്മുടെ വായനവെള്ളം പറ്റിക്കുന്നതിനാ. 10, 1000, 10, 100, 10, 500 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ച ഒരു തൃപ്തിയുണ്ട്, കേട്ടു എന്നൊരു ഇതുണ്ട്, ഒരു നിർവൃതിയുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഈ കുറച്ചു പേരോട് പറഞ്ഞിട്ട് എന്തൊക്കെ. അപ്പൊ പരസ്യമാണ് അവിടെ ആവശ്യം. 4 പേര് ഇല്ലാത്തൊരു കാര്യത്തിന് 2 പേർക്കിടയിൽ എന്തിനാ? ക്രിസ്തു പരസ്യത്തിന്റെ എതിരായതുകൊണ്ട് ആണ് 1000 പേരോ 10,000 പേരോ ഉള്ളിടത്ത് ഉണ്ടാവും അല്ല പറഞ്ഞ് 2, 3 പേരുള്ളിടത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ വലിയ പരസ്യങ്ങളുടെ പുറകെയുള്ള ഒരു പക്ഷേ ഈ കൊറോണ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അത് തന്നെയാണ്. ഒരുപാട് പരസ്യമൊന്നും വേണ്ടെന്നേ ആത്മീയത. എൻ്റെ ഒരു അനുഭവം, ഒരു പൗരോഹിത്യ അനുഭവം, ഈ കൊറോണ കാലത്ത് മനുഷ്യന്റെ ആത്മീയത കൂടുക ചെയ്തേ, മതാത്മകത കുറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും സൂക്ഷിച്ചത് കേൾക്കണം. മതാത്മകതയും ആചാര പ്രവണതയും കുറഞ്ഞു, പക്ഷേ ആത്മീയത വളർന്നു. ധ്യാന കേന്ദ്രങ്ങളും മറ്റുള്ളതൊക്കെ കൂട്ടിയപ്പോ ഈ ആചാരവും ഉപചാരവും പരസ്യവും ഇതൊക്കെ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് പള്ളിയിൽ വരാത്തവരുടെയും നേരത്തെ വരാത്തവരുടെയും ഇപ്പോഴും വരാത്തവരുടെയും ഒക്കെ പലപ്പോഴും ആത്മീയതയിൽ കൂടിയിട്ടുണ്ട് എന്നാണ് ഈ ഉള്ളവന്റെ അനുഭവം. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. ഏതായാലും ക്രിസ്തു ആഗ്രഹിക്കുന്നത് പരസ്യമല്ല, സാക്ഷ്യമാണ്. സാക്ഷ്യവും പരസ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. പരസ്യം എന്ന് പറയുന്നതും സാക്ഷ്യം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം. പരസ്യം എന്ന് പറയുന്നത് ബ്രെയിൻ വാഷിങ്ങും മറ്റുള്ളവരെ ക്യാൻവാസിങ്ങും ചില ലക്ഷ്യങ്ങളോടുകൂടി. സാക്ഷ്യം അതല്ല, ലക്ഷ്യമുണ്ട്. അതെനിക്കുള്ള ലക്ഷ്യമല്ല, ദൈവികതയിലേക്കുള്ള ലക്ഷ്യമാണ്. എനിക്ക് ഈ ഒരു അനുഭവമുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. എൻ്റെ ബോധ്യവും അനുഭവവും ഇതാണ്. അതാരുടെയും വ്യക്തി ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമോ അവന്റെ മസ്തിഷ്ക പ്രക്ഷാളനമോ നടത്തുന്നില്ല. നേരെ മറിച്ച് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഇതാണ് സത്യം എന്ന് പറയാനുള്ള നട്ടലിന്റെ പേരാണ് സാക്ഷ്യം എന്ന് പറയും. അത് ഹൃദയത്തോട് സംവേദിക്കുന്നതാണ് സാക്ഷ്യം. അതേസമയം വായ ചെവിയോടും ബുദ്ധിയോടും സംവേദിക്കുന്നതെല്ലാം പരസ്യങ്ങളാണ്. അപ്പോ നമ്മള് പരസ്യത്തിന്റെ ആൾക്കാരാണോ സാക്ഷ്യത്തിന്റെ ആൾക്കാരാണോ? ഇനി ഇവിടെ നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഇതും ആ ഒരു ആമുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവന് ഉള്ള ചില പ്രത്യേകതകളെ കുറിച്ച് യെശയ്യായുടെ പുസ്തകം 42-ാമത്തെ അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മത്തായി സുവിശേഷകൻ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ പ്രത്യേകതകൾ പറയുന്നത്. 9 പ്രത്യേകതകൾ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ. അത് ക്രിസ്തുവിന്റെ പശ്ചാത്തലത്തിലാണ് യെശയ്യാ പറയുന്നത്. പക്ഷെ ക്രിസ്തു ഇവിടെ പറയുമ്പോൾ അത് നമ്മുടെ കൂടി പശ്ചാത്തലത്തിലാണ്. കാരണം ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തവനാണ്. പിതാവായ ദൈവം ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തപ്പോ ക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവം ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തപ്പോൾ ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ക്വാളിറ്റി അത് തന്നെയാണ് ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തപ്പോൾ നമുക്കുണ്ടായത്. മാമോദീസ വഴി ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ച് എടുത്തവരാണ് നമ്മൾ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവന് ഉണ്ടാകേണ്ട 9 ഗുണങ്ങൾ നമുക്കും ഉണ്ടാകേണ്ടതാണ്. എന്താണ് ആ 9 ഗുണങ്ങൾ? ഒന്നാമത് 18-ാമത്തെ വാക്യം തുടങ്ങിയാണ് അത് പറയുന്നത്. ഒന്നാമത്തെ ഗുണം, ദൈവാത്മാവ് പ്രസാദിക്കേണ്ടവനാണ്
തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. എന്താണ് ദൈവാത്മാവിന്റെ പ്രസാദ സാധ്യത? പ്രസാദിക്കുക എന്ന് വെച്ചാൽ എന്താ? ഒരാളിലേക്ക് ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവാത്മാവ് പ്രസാദിക്കണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, അവന് വിശുദ്ധി ഉണ്ടാകണം. അപ്പോ അതിന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും പുണ്യങ്ങൾ ചെയ്യണം. തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല വിശുദ്ധി, മറിച്ച് നന്മയിൽ വളരുക എന്നുള്ളതാണ് വിശുദ്ധി. അതുകൊണ്ടാണ് മറിയത്തെ നന്മ നിറഞ്ഞവള്, കൃപ നിറഞ്ഞവള് എന്നൊക്കെ വിശേഷിക്കുന്നത്. അപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് തിന്മ ഒഴിവാക്കി ജീവിക്കുന്നതല്ല, നേരെ മറിച്ച് കർമ്മബന്ധിയായ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. കൈ സൂക്ഷിച്ച മനുഷ്യന്റെ കൈയെ സൗഖ്യപ്പെടുത്തേണ്ടതുണ്ട്, കർമ്മം ഉണ്ടാകേണ്ടതുണ്ട്, നന്മ ഉണ്ടാകേണ്ടതുണ്ട്, പുണ്യം ഉണ്ടാകേണ്ടതുണ്ട്. ദൈവാത്മാവിന് പ്രസാദിക്കണമെങ്കിൽ മറിയത്തിൽ പ്രസാദിച്ച പോലെ നന്മയാൽ നിറയപ്പെടേണ്ടതുണ്ട്, കർമ്മം ചെയ്യേണ്ടതുണ്ട്, കരം ശക്തമാകേണ്ടതുണ്ട്, വിശുദ്ധി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാരം. അപ്പൊ ഒന്നാമത്തെ കാര്യം ദൈവാത്മാവ് പ്രസാദിക്കുക എന്നുള്ളതാണ്. അതിന് വിശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. വിശുദ്ധി ഉണ്ടാകാനുള്ള മാർഗം തിന്മ ഒഴിവാക്കല് മാത്രമല്ല, നന്മയിൽ വളരുക എന്നും കൂടിയാണ്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരിക്കും. എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാകുക? പ്രിയപ്പെട്ടവനാകുക എന്ന് വെച്ചാൽ അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണ്. അവന്റെ നിമിഷാർത്ഥങ്ങളിലുള്ള ഇഷ്ടങ്ങൾ, സാഹചര്യങ്ങളിലുള്ള, ഇവിടെ ഈ നിമിഷം യേശു ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ ഈ നിമിഷം യേശു ആയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഇവിടെ യേശു ആയിരുന്നെങ്കിൽ എന്ത് ചിന്തിക്കുമായിരുന്നു? ഇവിടെ യേശു ആയിരുന്നെങ്കിൽ എന്ത് തീരുമാനമെടുക്കുമായിരുന്നു? ഇവിടെ യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? അവന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാൻ, അത് ഹൃദയത്തിന്റെ സംവേദനം. നേരത്തെ പറഞ്ഞത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, പ്രിയപ്പെട്ടവനാകുക എന്നുള്ളത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഹൃദയം ഇഷ്ടമറിയുമ്പോഴാണ് ഈ പ്രിയപ്പെട്ടവനാകുക. മനോഭാവം, എന്റെ മനോഭാവം ദൈവത്തിന്റെ മനോഭാവത്തോട് ചേരുമ്പോഴാണ്, മനസ്സും ആയിട്ട് അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാകുക എന്നുള്ളത്. നമ്മൾ പറയില്ല, നല്ല ദമ്പതിമാര് എത്ര അകലെയാണെങ്കിലും വർഷങ്ങളായിട്ടുള്ള പ്രണയം കൊണ്ട്, സ്നേഹം കൊണ്ട്, ഇപ്പോ എൻ്റെ ഭർത്താവ് എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ഇപ്പൊ എൻ്റെ ഭർത്താവ് എന്തായിരിക്കും ചെയ്യുന്നത്, ഇപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യം എന്തായിരിക്കും എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന ഒരു പ്രിയകരമായ കാര്യം. അതായത് എൻ്റെ ഹൃദയം എൻ്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തോട് ചേർന്നു എന്നർത്ഥം. അപ്പോൾ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ, താല്പര്യങ്ങളെ അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി ദൈവാത്മാവ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോ ഒന്നാമത്തെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, രണ്ടാമത്തെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മൂന്നാമത്തെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടാകും. പിശാചിന്റെ ആത്മാവല്ല, മനുഷ്യന്റെ ആത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ. പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ടവന് ദൈവം കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് കർത്താവിന്റെ കരം അവന്റെ കൂടെയുണ്ട്, ആത്മാവ് അവന്റെ കൂടെയുണ്ട് എന്നൊക്കെയാണ്. അപ്പൊ ആത്മാവ് കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വാളിറ്റി. നാലാമത്തെ ക്വാളിറ്റി വിജാതീയരെ ന്യായവിധി അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിജാതീയരെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു? അത് മറ്റൊന്നുകൊണ്ടുമല്ല, മനുഷ്യനാണോ സ്വജാതിയോട് ന്യായവിധി നടത്തുന്നത്? മനുഷ്യനാണോ സ്വജാതിയോട് ന്യായവിധി നടത്തുന്നത്? ദൈവീകനാണെങ്കിൽ വിജാതീയനോടുകൂടി ന്യായവിധി നടത്തും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ആധുനിക കാലത്തിന്റെ വലിയ പ്രത്യേകത, ആധുനിക കാലം അല്ല, ഉത്തരാധുനിക കാലം, ഇന്നത്തെ കാലത്തെ അങ്ങനെയാണ് വിശേഷിക്കുന്നത്. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിന്റെ വലിയ പ്രത്യേകത നിയമത്തിന്റെ നൂലും പിടിച്ചിറങ്ങുക. ഒന്ന് മിണ്ടിയ അപ്പൊ കേസ്. ഇപ്പോ വൈദികര് തമ്മില് മെത്രാന്മാര് തമ്മിലൊക്കെ കേസാ. മെത്രാന്മാര് ആഴ്ചയിലും മണിക്കൂറിലും ഇടവിട്ട്
കൽപ്പനകളും നിയമങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മെത്രാന്മാര് മാത്രമല്ല, രാഷ്ട്രത്തിലും അത് തന്നെയാണ്. എല്ലാ രാഷ്ട്രങ്ങളിലും ഇത് തന്നെയാണ്, എല്ലാ പാർട്ടികളിലും ഇത് തന്നെയാണ്. എന്തിനാ വീട്ടിൽ ഇതല്ലേ നടക്കും? അപ്പം പുതിയ നിയമം ഉണ്ടാക്കണം, അമ്മ പുതിയ നിയമം ഉണ്ടാക്കണം, മക്കള് വേറെ നിയമം ഉണ്ടാക്കണം. പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. ഇടവകയിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക. പുതിയ അച്ഛൻ വരുമ്പോൾ പുതിയ നിയമമായി. ഇന്നലെ വരെ ഇല്ലാത്ത പുതിയ നിയമം പുതിയ അച്ഛൻ ഉണ്ടാക്കും. പുതിയ കൈകാരം വരുമ്പോൾ പുതിയ നിയമം ഉണ്ടാക്കും. പുതിയ വൈസ് ചെയർമാൻ വരുമ്പോൾ പുതിയ നിയമം ഉണ്ടാക്കും. എന്തിനാ കുടുംബ യൂണിറ്റില് പുതിയ നിയമം ഉണ്ടാക്കും? നിയമങ്ങളുടെ പുറകെ നടക്കുക. ന്യായത്തിന്റെ പുറകെ. ന്യായം എന്ന് വെച്ചാൽ എന്താ? ഒരുത്തന്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്ത കാര്യത്തെ സ്വീകരിക്കുന്നതിനെയാണ് ന്യായം എന്ന് പറയുന്നത്. അവന്റെ മനസാക്ഷി അനുസരിച്ച് അവൻ ചെയ്തതിനെ അംഗീകരിക്കലാണ് ന്യായം. ന്യായീകരിക്കുക എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് എന്ന് വെച്ചാല് ന്യായത്തിന്റെ ആത്മാവാണ് പരിശുദ്ധ. പാരക്ലേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആണ്. അതായത് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ചെയ്തതിനെ ന്യായീകരിക്കുന്നവനാണ്, വക്കാലത്ത് പറയുന്നവനാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ക്വാളിറ്റി. പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റി അതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്നവനെ ന്യായീകരിക്കേണ്ടവനാണ്. അപ്പൊ കൂടെയുള്ളവന്റെ മനസാക്ഷിയെ മാത്രമല്ല, വിജാതീയരുടെ മനസാക്ഷിയും ന്യായീകരിക്കേണ്ടതാണ് എന്ന് സാർ. അപ്പൊ കൂടെയുള്ളവന്റെ, എന്റെ ജീവിത പങ്കാളിയെ ഞാൻ ന്യായീകരിക്കും, എന്റെ മക്കളെ ഞാൻ ന്യായീകരിക്കും. അപ്പൊ അങ്ങനെ സ്വജാതീയരെ നമ്മൾ ന്യായീകരിക്കും. സ്വജാതീയരെ മാത്രം ന്യായീകരിച്ചാൽ പോരാ, എന്റെ എതിർകക്ഷികളെയും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും ന്യായീകരിക്കുന്നവനാകണം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് നേരെ മറിച്ച് നമുക്കറിയാം, എല്ലാ മതത്തിലും ദൈവത്തിന്റെ ആൾക്കാര്, പ്രവാചകന്റെ ആൾക്കാര് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ജന്മങ്ങളൊക്കെയും ഈ പരവിദ്വേഷം ഉണ്ടാക്കുന്നവരാണ്. അവരെ മതത്തെയും അവരെ സമുദായത്തെയും ഇതര വർഗത്തെയും ഇതര ജാതിയെയും ഇതര കുലത്തെയും ഒക്കെ എതിർക്കുന്നവരാണ്. അപ്പൊ ന്യായവിധി ആണ് പ്രധാനം. നിയമത്തിന്റെ വിധിയെല്ലാം നിയമത്തിന്റെ പേരിലാണ്. പക്ഷെ അല്ല, ദൈവത്തിന്റെ വിധി ന്യായത്തിന്റെ വിധിയാണ്, മനസാക്ഷിയുടെ വിധിയാണ്. അഞ്ചാമത്തെ ക്വാളിറ്റി തർക്കിക്കാതിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കാര്യം പറയുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട്, തർക്കിക്കാനല്ല എന്ന് പറയുന്നു. തർക്കിക്കുക എന്നുള്ളത് അവനവന് ഗുണം ചെയ്യാത്ത ഒരു കാര്യമാണ്. ആരോടാണോ തർക്കിക്കണം അവനും ഒരു ഗുണവും ഉണ്ടാവില്ല, ഇവനും ഒരു ഗുണം ഉണ്ടാവില്ല. തർക്കം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ളതാണ്. എൻ്റെ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ വൈദിക പരിശീലനത്തിനിടയ്ക്ക് തത്വശാസ്ത്ര പഠനവും. ഈ തത്വശാസ്ത്ര പഠനം എന്ന് പറയുന്നത് തർക്കിക്കാനായിട്ട് ഒരുത്തിനെ പ്രാപ്തനാക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. പണ്ടൊരു വല്യമ്മ പ്രാർത്ഥിച്ചതാണത്രേ, എൻ്റെ ദൈവമേ എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി. അത് ഈ തത്വശാസ്ത്രം പഠിച്ച ഒരാളുടെ കൈ കിട്ടാതിരുന്നാൽ മതിയാണ്. കാരണം അവനതിന് ന്യായീകരണമുണ്ട്. ബാക്കിയുള്ളവനൊക്കെ അത് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു തരും, ഇവന് ന്യായീകരണമുണ്ട്. അപ്പോ തർക്കിക്കുന്നവരൊക്കെ സ്വയം ന്യായീകരിക്കുന്നവർ. വിജാതീയരെ ന്യായീകരിക്കേണ്ടവരായാല് നമ്മൾ നാലാമത്തെ കാര്യം ചെയ്താല്, വിജാതീയരെ ന്യായീകരിക്കുന്നവരാണെങ്കിൽ തർക്കിക്കേണ്ട കാര്യമില്ല. എന്റെ എതിരാളിയെ ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നീ പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കം എവിടെയാണ്? ഇന്ന് തർക്കിക്കരുത് എന്ന് ക്രിസ്തു പറഞ്ഞ ക്രിസ്തുവിന്റെ അനുയായികളാണ് ഏറ്റവും വലിയ തർക്കക്കാർ. കോടതികളിലെ കേസിന്റെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാരാണ്. ഈ പ്രൊപ്പോർഷൻ വെച്ച് നോക്കും, ശതമാനം വെച്ച് നോക്കും. ജയിലുകളിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ എല്ലാ ജയിലുകളും സന്ദർശിച്ചവനെ, ജയിലുകൾ സന്ദർശിക്കുമ്പോൾ പ്രൊപ്പോർഷൻ അനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുമ്പോഴും നമ്മുടെ ആൾക്കാർ. അപ്പോ ഈ തർക്കമാണ് എല്ലായിടത്തും. ഒരുവിധമുള്ള പ്രശ്നങ്ങൾ ഒന്നുകിൽ മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കേസുകളായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തർക്കങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് തല്ലും ക്രിമിനൽ കേസുകൾ പലതും ഉണ്ടാവണം, തർക്കങ്ങളായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവൻ തർക്കിക്കാനുള്ളവനാണ്. അത് മെത്രാനായിക്കോട്ടെ, മാർപ്പാപ്പയായിക്കോട്ടെ,
അച്ഛനായിക്കോട്ടെ, അൽമായനായിക്കോട്ടെ, കുടുംബനാഥനായിക്കോട്ടെ, നാഥയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ആരായാലും തർക്കിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല തെരഞ്ഞെടുക്കപ്പെട്ടു. ആറാമത്തെ, ബഹളം കൂട്ടുക. ബഹളം കൂട്ടുക എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒച്ച ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ന് ഈ വചനത്തെ ബഹളം വയ്ക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോസ്റ്റുകളെയാണ്. പ്രധാനമായിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതൊക്കെ ബഹളം വയ്ക്കല. അതിന് കമന്റ് അടിക്കല്, ഏതെങ്കിലും ഒരു മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റ്, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നവർ വളരെ ചുരുക്കം. അവിടെ ആരെങ്കിലും തിന്ന് ഛർദ്ദിച്ചത് അത് കോരി എടുത്ത് അടുത്തവന്റെ വായിലേക്ക് ഇടുക എന്നുള്ളത്. ഈ ഛർദില് കോരി തിന്നിട്ട് വീണ്ടും ഛർദ്ദിക്കുക എന്നുള്ളതാണ് പോസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം. ഒരുത്തൻ ഛർദ്ദിച്ചത് നമ്മൾ കോരുന്നു, നമ്മൾ തിന്നുന്നു, എന്നിട്ട് അടുത്തവനിലേക്ക് ഛർദ്ദിക്കുന്നു. ഇത് ബഹളം കൂട്ടുന്നതിന്റെ ഭാഗം. ബൈബിളിന്റെ ഭാഷയിൽ ഇത് ബഹളം വയ്ക്കണം. ഒരു പോസ്റ്റിന് കമന്റ് ചെയ്യുന്നു, എന്താ കാര്യം? അപ്പോ ബഹളം കൂട്ടരുത്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനും ചെയ്യേണ്ട പണി അല്ല ബഹളം കൂട്ടരുത്. ഒച്ച ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഏതൊരു കമന്റും ഏതൊരു നിലപാടും ഒക്കെ ഈ ബഹളം കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട. ഏഴാമത്തെ, തെരുവീതികളിൽ ശബ്ദം കേൾപ്പിക്കരുത്. തെരുവീതികളിൽ ശബ്ദം കേൾപ്പിക്കരുത്. മൈക്ക് വെച്ച് കെട്ടി, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ചിറക്കി, വാൾ പോസ്റ്റ് അടിച്ച്, അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെ ഒക്കെ ഉള്ള ശബ്ദം കേൾപ്പിക്കലുകൾ ധ്യാന വിഷയമാക്കേണ്ടതാണ്. നമുക്കറിയാം, ധ്യാനത്തിന്റെ ഇന്ന് ഈ കൊറോണ കാലത്ത് ഏറ്റവും മുമ്പേ അടയ്ക്കപ്പെട്ട ധ്യാന കേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാല് ഇത്ര വാട്സ് ശബ്ദം ഉണ്ടായാലേ ചില ധ്യാന ഗുരുക്കന്മാർ ധ്യാനിപ്പിക്കാൻ പറ്റും. വികാരിയച്ചന്മാർക്ക് കൃത്യമായിട്ടറിയാം. ചില ധ്യാന ഗുരുക്കന്മാര് ധ്യാനിപ്പിക്കാൻ വന്നുവെങ്കിൽ സൗണ്ട് സിസ്റ്റം ഇന്ന വാട്സ് ഉണ്ടാകണം എന്ന് നിർബന്ധവും അതിലേ വരില്ല. അപ്പോ തെരുവീകളില് ശബ്ദം കേൾപ്പിക്കുക എന്നുള്ളതല്ല തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ സ്വഭാവം. എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വല്ലാതെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. പഴയ കാലത്ത് മെത്രാന്മാരുടെ ഒക്കെ ഇടയലേഖനങ്ങൾ അത് ജനം അറിയുന്നത് വികാരി അച്ഛന്മാർക്ക് മെത്രാന്മാരെ അയച്ചിട്ട് വികാരി അച്ഛന്മാര് ഇടവകയിൽ വായിച്ചിട്ടാണ് ഈ ജനം ഇടയലേഖനം അറിയും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വികാരിയച്ഛൻ അല്ലെങ്കിൽ വികാരിയച്ഛൻ അറിയുന്നത് ജനം അറിഞ്ഞതിന് ശേഷം. കാരണം എന്നാണെന്നറിയാവോ? ഈ തെരുവീതികളിൽ ഇടയലേഖനം വായിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? തെരുവീതികളിൽ ശബ്ദം കേട്ട്, തെരുവീതികളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ തമ്പുരാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കുക. ഇന്ന് ഈ മുത്തൊക്കെ പന്നിക്ക് കിട്ടിയിട്ട് പന്നി ചവിട്ടി കൂട്ടിയതാണ് പിന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടുന്നത്. കുറെ പന്നികളുണ്ട്, ചവിട്ടി കൂട്ടാൻ തന്നെ ഇരിക്കുന്ന കുറെ പന്നികളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഈ തെരുവീതികളിലെ ശബ്ദം കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വളരെ കർശനമായിട്ട് ശക്തമായ ഭാഷയിൽ പറയുന്നു. തെരുവീതികളിലെ ശബ്ദം കേൾപ്പിക്കുക എന്നുള്ളതല്ല ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ, അവൻ മെത്രാനായിക്കോട്ടെ, മാർപ്പാപ്പ ആയിക്കോട്ടെ, അൽമായനായിക്കോട്ടെ, ആരായാലും തെരുവീതികളിൽ കേൾപ്പിക്കുക എന്നുള്ളതല്ല. മറിച്ച് അവന്റെ ശബ്ദം കേൾക്കേണ്ടത് മനുഷ്യന്റെ ചെവികളിലാണ്, മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് എന്ന് സാരം. എട്ടാമതായിട്ട് വളരെ സൂക്ഷിച്ച് കേൾക്കേണ്ടതാണ്. നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ രണ്ടു കാര്യം ചെയ്യില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരികെടുത്തില്ല. നീതി എന്ന് വെച്ചാൽ എന്താ? നീതി ദൈവത്തിന്റെ നീതിയാണ്. നിയമത്തെ വിജയത്തിൽ എത്തിക്കുന്നതല്ല, നീതിയെ വിജയത്തിൽ. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നതാണ്. നിയമത്തെ വിജയത്തിൽ എത്തിക്കലല്ല. സഭയുണ്ടാക്കിയ നിയമം, രാഷ്ട്രം ഉണ്ടാക്കിയ നിയമം, കുടുംബം ഉണ്ടാക്കിയ നിയമം, സ്ഥാപനത്തിന്റെ ഉടമസ്ഥ ഉണ്ടാക്കിയ നിയമം, ഇങ്ങനെ കുറെ നിയമങ്ങളാണ് വിജയത്തിൽ എത്തിക്കാന്ന് പറഞ്ഞത്. അതല്ല നീതിയെ വിജയത്തിൽ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇതാണ്: ബ്രിട്ടീഷുകാരുടെ നിയമം ഞാൻ അനുസരിക്കില്ല. കാരണം നിയമം നീതിക്ക് ചേരാത്തതാണെങ്കിൽ ആ നിയമം അനുസരിക്കേണ്ട കാര്യം. അപ്പൊ നീതിയാണ് പ്രധാനം.
നീതിയെ വിജയത്തിൽ എത്തുന്നത് അപ്പോഴാണ്. അത് ദൈവത്തിന്റെ അവസാന വിധിയാണ്, അല്ലെങ്കിൽ ദൈവിക ഇടപെടലിലാണ് നീതി വിജയത്തിലെത്തുക. ആ സമയം വരെ എന്ത് ചെയ്യാൻ പാടില്ല? രണ്ട് കാര്യം ചെയ്യാൻ പാടില്ല. ചതഞ്ഞ ഞാങ്ങണ ഓടിക്കാൻ പാടില്ല. ചതഞ്ഞ ഞാങ്ങണ ഓടിക്കാൻ വളരെ എളുപ്പമാണ്. ചതഞ്ഞിരിക്കുന്ന സാധനം ഓടിക്കാൻ തുടങ്ങി. ചതഞ്ഞ ജീവിതങ്ങളുണ്ട്, പുകയുന്ന ജീവിതങ്ങളുണ്ട്. പുകച്ചില് ഇന്റേണൽ കാര്യമാണ്. അകത്ത് എണ്ണയില്ലാതാകുമ്പോഴാണ് പുകയുന്നത്. തീയില്ലാതാകുന്നത് എണ്ണയില്ലാതാകുന്നത്. ആത്മീയത നഷ്ടപ്പെട്ടവരുണ്ടാകാം, മനസ്സിന് കട്ടി നഷ്ടപ്പെട്ടവരുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ പുകയുന്ന ജീവിതം. അതേസമയം ശാരീരിക അസുഖങ്ങളുള്ളവര്, മാനഹാനി അനുഭവിക്കുന്നവര്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര്, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളുള്ളവര്, ഏകാന്തത അനുഭവിക്കുന്നവര്, ഇതൊക്കെ ചതഞ്ഞ് അതില്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ട് ആക്ഷേപിക്കപ്പെടുന്നവര്, അപമാനിക്കപ്പെട്ടവര്, ഇവരൊക്കെയും ചതഞ്ഞ ഞാങ്ങണകളാണ്. അപ്പൊ പുകഞ്ഞ ജീവിതങ്ങൾ എന്ന് വെച്ചാല് ഉള്ളില് എണ്ണയില്ലാത്ത ജീവിതങ്ങൾ. അത് ആന്തരികതയുടെ സൂചനയാണ് പുകഞ്ഞ തിരി എന്ന് പറയുന്നത്. അതേസമയം ചതഞ്ഞത് എന്ന് പറയുന്ന ബാഹ്യമായ തിക്താനുഭവമാണ്. അപ്പൊ ആന്തരിക തിക്താനുഭവങ്ങളും ബാഹ്യ തിക്താനുഭവങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരെയാണ് ചതഞ്ഞ ഞാങ്ങണയും പുകഞ്ഞ തിരിയെയും സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ പോലും, ഏറ്റവും ദുർബലരായ മനുഷ്യരെ പോലും വേദനിപ്പിക്കാതെ വേണം തിരഞ്ഞെടുക്കപ്പെട്ടവൻ ജീവിക്കാനെന്നർത്ഥം. അവൻ ഏതുവരെ, ഇനി അത് സൂക്ഷിക്കണം നല്ലതാ, അത് ഏതുവരെ ചെയ്യാത്തത്? നീതി വിജയത്തിലെത്തുന്നവരെയാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചതഞ്ഞ ഞാങ്ങളെ കുടിക്കപ്പെടും, പുകയുടെ തീരെ കെടുത്തുകയും ചെയ്യും. അതുവരെ, നീതിയെ വിജയത്തിലെത്തുന്നവരെ, അവസാന വിധി വരെ ഇതിനെയൊക്കെ സൂക്ഷിക്കും. ഒമ്പതാമതായിട്ട്, സമയം ഒത്തിരി അതിക്രമിച്ചു, 9ാമതായിട്ട് വിജാതീയർ പ്രത്യാശ വയ്ക്കുന്നവനാകണം തിരഞ്ഞെടുക്കപ്പെട്ടത്. വിജാതീയർ പ്രത്യാശ വയ്ക്കുന്നവനാണ്. ഇന്ന് ദുരന്തം എന്ന് പറയട്ടെ, ക്രിസ്ത്യാനികള് ഈ മറ്റുള്ളവര് പ്രത്യാശ വെച്ചിരുന്ന ഒരു കാലം, നസ്രാണി തൊട്ടാൽ ശുദ്ധമാകും എന്ന് അമ്പലങ്ങളില് എണ്ണ വിചാരിച്ച് അമ്പലങ്ങളിൽ നേർച്ച നേരുന്ന എണ്ണയെ തൊട്ടുകൊടുക്കാൻ നസ്രാണികളെ താമസിപ്പിച്ചിരുന്ന ചരിത്രമുള്ളവരാണ്. എന്നാൽ ഇന്ന് ഇതര മതസ്ഥര് നമ്മുടെ ജീവിതശൈലിയില് നിരാശരാണ്. നമ്മൾ ശുദ്ധമായ ജീവിതമല്ല നയിക്കുന്നത്, മാത്രമല്ല അവരുടെ പുറത്ത് കുതിര കയറുന്നവർ കൂടിയായിട്ടുണ്ട് എന്ന് പ്രത്യാശയില്ലെന്ന് മാത്രമല്ല, നമ്മളെ ശത്രുക്കൾ പോലും ആക്കിയിട്ടുണ്ട്. പ്രത്യാശയില്ലായ്മ മാത്രമല്ല, നിരാശരായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ വിജാതീയര് പ്രത്യാശ വയ്ക്കുന്ന ഒരു ശൈലി ഉള്ളവനാണ് കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ 9 ഭാവങ്ങള്: ദൈവത്തിന്റെ ആത്മാവ് പ്രസാദിച്ചവൻ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ, ദൈവാത്മാവ് ഉള്ളവൻ, വിജാതീയരെ ന്യായവിധി അറിയിക്കുന്നവൻ, തർക്കിക്കാത്തവൻ, ബഹളം കൂട്ടാത്തവൻ, തെരുവീതികളിൽ ശബ്ദം കേൾപ്പിക്കാത്തവൻ, നീതിയെ വിജയത്തിലെത്തുന്നവരെ പുകഞ്ഞ ഞാങ്ങണ കെടുത്തുകയോ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയോ ചെയ്യാത്തവൻ. 9ാമതായിട്ട് വിജാതീയരെ പ്രത്യാശ വയ്ക്കുന്നവൻ. ഈ ക്വാളിറ്റികളിൽ ഏതെങ്കിലുമൊക്കെ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.